ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്ന എനിക്ക് സുഖാണ്. ഇന്ന് നമ്മളൊരു കാപ്പാട് ബീച്ചിൽ പോയിരുന്നു കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളാണ്. അതില് എൻ്റെ നാത്തുമാര് മോനെ കള്ളപ്പോഴാണ് പോയത്. വീഡിയോ ഇടാൻ ലേറ്റ് ആയിന്നുള്ളൂ. കുറച്ച് മുൻപ് എടുത്തുവെച്ച വീഡിയോ ആണ്. നമ്മള് കാപ്പാട് കുറെ മുൻപൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറെ മുൻപ് വെച്ചാൽ കുറെ മുൻപാണ് പോയത്. ഇപ്പൊ ഞാൻ ഈ അടുത്തിപ്പോ എന്താ ഇവരെ കൂടെ പോയതായിരുന്നു കേട്ടോ. ഇവര് ഗൾഫിൽ നിന്ന് വന്നാൽ ഞാൻ അന്ന് പറഞ്ഞില്ല നമ്മള് ഊട്ടിയിലൊക്കെ പോയ അതന്നെ. ഇത് പിന്നെ ചെറിയ നാത്തൂന്റെ മരുമക്കളാണ്. ഓരും ഉണ്ടായിരുന്നു. നമ്മൾ മാത്രം കാറിൽ കൊള്ളുന്ന ആൾക്കാരെയും കൂട്ടി വന്ന അപ്പത്തേ ഇവക്ക് ഒരു തലവേദന. ആ, ഓക്ക് ഇഷ്ടായിട്ട് വന്നതാ കാപ്പാടൊന്ന് പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് നോക്കുമ്പോ മൂപ്പരിക്ക് ഒരു തലവേദനയായിരുന്നു. അങ്ങനെ കാറിനൊക്കെ ഉഷാറായിട്ട് ഇറങ്ങുന്നുണ്ട്. ഉം അങ്ങനെ നമ്മള് എല്ലാരും അവിടെ ഇറങ്ങി കുറച്ചു നേരം ഇരുന്നൊക്കെ വന്നപ്പത്തി ഔ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് പിന്നെ മോനെ അവിടുന്ന് കൊയലപ്പം, പുളിയച്ചാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പത്തിനേക്ക് ഇറ്റിങ്ങളൊക്കെ അവിടെ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ ആ പ്രായം അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെ കഴിച്ച ആൾക്കാരാണ്. ഇപ്പൊ അതൊന്നും വലിയ ഇഷ്ടമില്ല. കൊയലപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നേ. പുളിയച്ചാറിനോട് ഒന്നും ഭയങ്കര ഒരു ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ആ പാറന്റെ മേലൊക്കെ ഒന്ന് കയറി മറിയണല്ലോ നമുക്ക്. കടല കൊയലപ്പതാ അപ്പൊ ഓരോരുത്തര് ഓരോന്ന് വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ ഒരു പാക്ക് വാങ്ങി അത് തീർന്ന് രണ്ടാമത്തെ പാക്ക് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള കളിയാണ് ഇതൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ട്. പുതിയ കൊയലപ്പം നല്ല ടേസ്റ്റ് ആണ് അല്ലേ. ആ ഒരു ചെറിയ ഷോപ്പേ ഉള്ളൂ. പക്ഷെ അവിടെ അധികം ആൾക്കാർ വരുന്നുണ്ടോ വെച്ചാൽ അങ്ങനെയല്ല. നമ്മള് അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. അപ്പൊ പുളിയച്ചാറൊക്കെ തിന്ന് ആസ്വദിക്കുകയാണ് അവള്. ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അവര് വാങ്ങി എല്ലാം കൂടി പാക്കറ്റായി നമ്മൾ അതിന്റെ പാറന്റെ മേലേക്ക് കയറി പോവാണ്. ആ മേലെ കയറിയിട്ട് ആ മീൻ പിടിക്കുന്ന ഇത് ആൾക്കാർ മീൻ പിടിക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചൊന്ന് കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ചൊരു വെയിലുണ്ടായിരുന്നു. നമ്മൾ ചോറുന്ന് കഴിഞ്ഞ ശേഷം ഒരു 3:30 ആയിട്ട് തന്നെ നമ്മൾ പോയത്. പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല മീൻ പിടിക്കുന്നത് നല്ല വെയിക്കുണ്ട് ആ പാറ. എന്നാലും അവർക്ക് എവിടെ പരിചയം ഉണ്ടായതിനെ കൊണ്ടാണോ അറിയില്ല. നല്ല ഇതിൽ പോയിട്ട് അങ്ങനെ വല ഇടണം. അങ്ങനെ ഒരിക്കുള്ള മീനെ കിട്ടിയിട്ടുള്ളൂ എന്നാ തോന്നുന്നു. അധികമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിച്ചു വിൽക്കാനുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു വിൽക്കാനൊന്നുമില്ല, അവർക്ക് കറി വെക്കാൻ തന്നെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്നും വേറൊരു പാർക്ക് ഉണ്ട് ഇതിന്റെ തന്നെ, കാപ്പാടിന്റെ തന്നെ വേറെ കുറച്ചും കൂടി മുൻപോട്ട് കാണുന്നത്. ആദ്യം നമ്മൾ ഇവിടെ വന്ന് ഒരു 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. ഈ അതിന്റെ മലന്റെ മേലെ ഒരു മരങ്ങളും പച്ചപ്പും പാറകളൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിര എടുക്കുന്നുണ്ടായിരുന്നു. അവരവിടെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ആ മഴന്റെ സീസൺ ആകുമ്പോ അങ്ങനെയാണല്ലോ. എല്ലാം കടലെടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങുന്ന അത്ര സുരക്ഷിതല്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ പാർക്കിലൊക്കെ നമ്മൾ പോയത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് കടന്നപ്പം വിചാരിച്ചിരുന്നു വെറുതെ കിടക്കാണോ എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ പറയില്ല ഞാൻ കുറെ അയക്കിന് ഇവിടേക്ക് വന്നിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാന്ന് അറിയില്ല. അപ്പൊ അത്യാവശ്യം നല്ല പിന്നെ എന്താ പറയാ നല്ല വൃത്തിയിലായിട്ട് തന്നെ നല്ല കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇത് വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കണം. അവർക്ക് കടലിൽ കുളിക്കുകയാണെങ്കിൽ അവിടെ കയറി വന്നിട്ട് ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് കാണിച്ചത് ഇങ്ങനെ പോകും. ഇത് ഫസ്റ്റ് എൻട്രൻസ് ആണിത്. അതിലെ കയറി കഴിഞ്ഞാൽ ഇതാ കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്ക് ഉണ്ട്. ചെറിയ മക്കൾക്കുള്ള അവിടെ കുറച്ച് ഫാമിലീസും ഉള്ളായിരുന്നു. കുറേ ഉണ്ടോ വെച്ചാൽ അങ്ങനെ നമ്മളെ ബീച്ചിന്റെ മാതിരി നല്ല തിക്ക് തിരക്കിയിട്ടൊന്നും ഇല്ല. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ തീരെ ഇല്ലായികയില്ല. പിന്നെ വലിയ സ്ഥലമാകുമ്പോൾ നമ്മള് കുറേശ്ശെ ആൾക്കാരാകുമ്പോ അത്ര കാണൂല്ലല്ലോ. ഇവിടെ കുറവാണ്, തിരക്ക് കുറവാണ് ഓൾറെഡി. ഞാൻ വർക്കിംഗ് ഡേ ആയിട്ടാണോന്ന് അറിയില്ല. നമ്മൾ വർക്കിംഗ് ഡേ ആയിരുന്നു പോയത്. ഉം അങ്ങനെ നമ്മള് ഈ കുട്ടികളെ കയ്യിൽ കയറി കളിച്ച് നമ്മളെ മൂന്നാളും കുറച്ച് മുൻപോട്ട് നടന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞിരുന്ന് ഇവര് കുട്ടികളായിട്ട് കളിച്ചിരുന്നോട്ടെ വിചാരിച്ചിട്ട് മോനിതാ ഇതിൽ കയറിയിട്ടുണ്ട്. മോനിക്ക് കുറവാവുന്നുണ്ട്. ഞാൻ ടാറ്റ ഇട്ടാൻ പറഞ്ഞപ്പോ ടാറ്റ കാണിക്കാണ് മടിച്ചു നിന്നിട്ട്. നല്ല രസാണ് അവന്റെ കളി കാണാൻ. രണ്ടാളും പോക്കിരികളാ. നല്ല രസാണ്, ഓടി തിമിർത്തിക്കണ്. ഒരിക്കലും രസാണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷവറും ബാത്റൂം ഒക്കെ ഉണ്ട് ഇവിടെ കടലില്. പിന്നെ കുളിച്ചു കഴിഞ്ഞാല് കേറിയിട്ട് വേണമെങ്കിൽ അതിൽ നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറാനുള്ള പിന്നെ നല്ല ബാത്റൂം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് തന്നെ നല്ല ബാത്റൂം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൃത്തിയുണ്ട്. ഒരു 5-6 ബാത്റൂം ഒക്കെ ഉണ്ട്. അല്ലാതെ ഒരു ബാത്റൂം ഒന്നല്ല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 5-6 ബാത്റൂം ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ കഥകളും ഒക്കെ പറഞ്ഞ് കുറച്ചു നേരം ഇവിടെ നല്ല
പിന്നെ സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ ഫ്രണ്ട്സുകളുടെ കൂടെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് പിന്നെ കുറഞ്ഞ ചെലവിൽ നമുക്കൊന്ന് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകണം എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കാപ്പാട് ബീച്ച് കേട്ടോ. ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വെയിലാണെങ്കിൽ അതിനുള്ള മരങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളും ഉണ്ട്. അങ്ങനെ കുട്ടികൾ നമ്മളൊക്കെ തിരഞ്ഞെടുക്കാം. നമ്മൾ വേറെ ഭാഗത്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരവിടെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിപ്പുറം വന്ന് ഇരിക്കുകയായിരുന്നു. പിന്നെ കടലിലേക്ക് ഇറങ്ങാൻ അവര് സമ്മതിക്കുന്നില്ല. ഈ ഭാഗത്ത് ഇറങ്ങാൻ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കളിക്കുന്ന കണ്ടപ്പോൾ നമ്മളെ കൂടെ കുട്ടികൾ ഓരൊക്കെ അവിടെ പോയിട്ടൊന്ന് കളിച്ച്. കാരണം അവർക്ക് കുറച്ചൊന്ന് വെള്ളത്തിൽ കളിക്കണ്ടല്ലോ. അത് അവരൊക്കെ കളിച്ച് നനഞ്ഞ് വന്ന് ഇരിക്കുകയാണ്. പിടിച്ചിട്ട് കിട്ടില്ല. അവനക്ക് ഇനിയും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ബാത്റൂം ലേഡീസിന്റെ വേറെ ജെന്റ്സിന്റെ വേറെ ആയിട്ടൊക്കെ തന്നെ ബാത്റൂം ഉണ്ട്. കുളിക്കണമെങ്കിൽ അതിനുള്ള ഷവറുള്ള സൗകര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. കടലിൽ കളിച്ച് ഇനിയിപ്പം മേല് മണ്ണായിണ്ടെങ്കിൽ എന്നിട്ട് വന്ന് ഇരുന്നിട്ട് ഇരിക്കാനുള്ള കഥ പറയാനുള്ള സ്ഥലങ്ങൾ. ഇത് നല്ല കാറ്റടിച്ച്, നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. കാറ്റടിച്ചപ്പോ തന്നെ നമ്മൾ കേറി നിന്ന്. ഇതിന്റെ മേൽക്കൂരൊക്കെ കാറ്റുകൊണ്ടായിരിക്കും. ബീച്ച് ഏരിയയിലാവുമ്പോ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പറന്നു പോയ ഭാഗം ഒരു ഭാഗം ഇല്ല അതിന്റെ. എന്നിട്ട് നമ്മളെല്ലാരും കയറി നിന്ന് നല്ല പെരുമഴ അപ്പോഴേക്ക്. വേറെ ഫാമിലീസ് ഉണ്ടായിരുന്നു, കുറെ ആൾക്കാർ അപ്പുറമൊക്കെ നിന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ മഴയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇറങ്ങി. അവിടെ അപ്പത്തേക്കും മഗ്‌രിബായിട്ടോ, ബാങ്ക് കൊടുത്തു. അപ്പൊ അവിടെ തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിലേക്ക് പോകുമ്പോ ഈ പൂവ് കണ്ടപ്പോ നോക്കാണ്. പൂവ് കാട്ടിലായാലും വീട്ടിലായാലും നോക്കിപ്പോവും. അത് എന്തോ അറിയില്ല, പൂവിനോട് അത്രക്ക് ഇഷ്ടമാണ്. അപ്പൊ നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവ് അല്ലേ. ഇതിന്റെ പേരാക്കിയെങ്കിൽ അറിയോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. നല്ല രസമല്ലേ ആ പൂവിനെ കാണാൻ. അപ്പൊ ഭംഗിയോണ്ട് അതിനെ നോക്കി ഒന്ന് ഫോട്ടോ എടുത്തത്. നമ്മള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് കള്ളായി പോവുമല്ലോ. അപ്പൊ വേഗം നിസ്കാരം കഴിഞ്ഞ പിന്നെ സമാധാനം. നമ്മൾ വേഗം കാറിലേക്ക് പോവാണ്. ആ ഫോട്ടോ എടുത്ത് നമ്മൾ കയറിയ പള്ളിയാണിത്. അവിടെ പെണ്ണുങ്ങൾക്ക് വേറെ യാത്രക്കാർക്കുള്ള സൗകര്യം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ അവർ നമ്മളെ കണ്ടപ്പോൾ താക്കോല് തന്ന് നമ്മൾ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങാണ്. നല്ല അടിപൊളി. നമ്മളെല്ലാരും കൂടി കൂടി ഒന്ന് സംസാരിച്ചിരുന്ന് ഇതുപോലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള ഒരു സുഖം അതൊരു വേറെ തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.